അങ്ങനെ സംഭവിക്കൂല. നിങ്ങളെ ഞങ്ങളെയൊക്കെ ഇതാക്കേണ്ടി വരും. വീട് ജപ്തി ചെയ്ത വീട്ടുകാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ തടഞ്ഞു. KT ബസാറിലെ പരേതനായ കുനിയിൽ സുജിത് കുമാറിന്റെ വീട് ഒഴിപ്പിക്കാനാണ് കോടതി ഉത്തരവ് പ്രകാരം ബാങ്ക് അധികൃതർ പോലീസ് സഹായത്തോടെ എത്തിയത്. അപ്പൊ നിങ്ങൾക്ക് അതിനെതിരെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാം. ഞങ്ങൾക്ക് ഇവിടെ വേറെ പ്രശ്നം കാണിക്കൂ. ഇങ്ങനെ ഞങ്ങളുണ്ടല്ലോ ഉത്തരവ് പ്രകാരം അപ്പൊ എനിക്കിപ്പോ കിട്ടിയ പെർമിഷൻ റീപൊസിഷൻ എടുക്കാണ്. ഇതില് വേറെ ആൾക്കാർ വന്ന് കയറി. അപ്പൊ ബാങ്ക് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കോർട്ടില്, ഇങ്ങനെയാണ് അവരുടെ പ്രോപ്പർട്ടി വന്ന് കയ്യേറിയിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇപ്പോൾ ബാങ്ക് പറഞ്ഞു, കോടതി മെസ്സേജിങ് കോടതിയാണ് കോഴിക്കോട്, എന്നോട് പറഞ്ഞിട്ടുള്ളത് റീപൊസിഷൻ എടുത്തിട്ട് ഈ വീട് ഹാൻഡ് ഓവർ ചെയ്യണം. ഇത്തരം കടപ്പാടങ്ങൾ ഒഴിപ്പിക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കിയിരുന്നു. അതിൻ്റെ ചട്ടവും ഒക്കെ പുറത്ത് വരാനിരിക്കുന്നതാണ്. നിയമം പാസ്സാക്കി ബദൽ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഒഴിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ഗവൺമെൻറ് പൊതുനയം. അതിനനുസരിച്ച് നിയമസഭ അതിൻ്റെ ബില്ലും പാസ്സാക്കിയിരുന്നു. അതിൻ്റെ ചട്ടങ്ങളൊന്നും ചട്ടങ്ങൾ വരാൻ കുറച്ച് താമസം എടുക്കും മാത്രമാണ്. ഞാൻ പറയാണ്, കോർട്ടിൻ്റെ ഇത്തരം പല കേസുകളും നിലവിലിരിക്കുകയാണ്. സർക്കാർ ഒരു പൊതു നിയമം ഉണ്ടാക്കി. സർഫാസി ആക്ട് നിലവിലുള്ള സമയത്തല്ല ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കുന്നത്. അതിൻ്റെ ചട്ടങ്ങൾ വന്നിട്ടില്ല. ശരിയാ, പാസ്സാക്കി ചട്ടം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ. മാഡം ഒരു മിനിറ്റ്, ഞാനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ചാൽ പിന്നെ ഈ ഓർഡറിന്റെ കോപ്പി ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ഈ നടപടിയായിട്ട് വരുന്ന നേരത്ത് നിങ്ങൾ പിന്നെ പത്രപരസ്യം നടത്തിയതിന്റെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരല്ലേ? മാഡത്തോടല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ഇയാളോട് അല്ല. ഞാൻ അയാളോട് സംസാരിച്ചു, അയാൾ എന്നോട് പറഞ്ഞ മറുപടിക്കാണ് ഞാനിപ്പോ ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സാറിനെ ഇതില് ബാങ്കിന് ബോധിപ്പിക്കാൻ പറ്റൂല. മാമിനെ ബോധിപ്പിക്കാം, പറയുന്നത് മകനെ ബോധിപ്പിക്കാം, ഇത്രേ ബാങ്കിനെ പറ്റും. പിന്നെ ഈ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് പ്രൊസീജിയർ കറക്റ്റാക്കി നമ്മൾ കോടതി കൊടുത്തോണ്ടാണ് കമ്മീഷണർ വന്നതും ഇതാണ്. അപ്പം നമുക്ക് കമ്മീഷണറായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു സൊല്യൂഷൻ മാർഗം ഉണ്ടോ? അല്ല മേഡം, ബാങ്കിന്റെ ബാക്കി പൈസ കിട്ടിക്കഴിഞ്ഞാൽ റോഡ് യഥാർത്ഥ വിലേന്റെ ഏറ്റവും കുറച്ചിട്ടായിരിക്കും ഓപ്ഷൻ എടുത്തിട്ടുണ്ടാവുക. നിങ്ങളിപ്പോ ഒരു ഉദാഹരണം, ഒരു 25 കോടി രൂപ വില ഉള്ള ഈ സ്വത്തും വീടും ഉൾപ്പെടുന്ന സാധനം ഓപ്ഷൻ എടുത്ത് വെച്ച് അതിന്റെ 4-1 ഞാൻ പറയാം 13 സംതിങ് ആണ് അവിടെ ലോണ്. 22,000 റുപ്യക്കാണ്. 3000 സ്ക്വയർ ഫീറ്റുള്ള വീട് 10 ആയിക്കോട്ടെ. അതിന് മറുപടി ഞാൻ പറയട്ടെ. അതെങ്ങനെയാ വെച്ചാല് ഈ ഓപ്ഷൻ വിടുമ്പോൾ പേപ്പറിൽ പരസ്യം കൊടുക്കും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം, ഇതിന്റെ തുടക്ക വില ഇത്ര എന്ന് പറഞ്ഞു. ഇവർക്ക് എന്ത് ചെയ്യും, ഒരു ഇന്റിമേഷൻ അയക്കും. നിങ്ങളെ പ്രോപ്പർട്ടി ബാങ്ക് ഓപ്ഷനിൽ വെക്കുകയാണ്, ഇതാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിരിക്കും. ആ സമയത്ത് ഇവര് കോടതിയിൽ പോയിട്ട് ഈ സാർ ഇപ്പൊ പറഞ്ഞ ഡിസ്പ്യൂട്ട് എന്ത് ചെയ്യണം, കോടതിയിൽ പോയിട്ട് പറയണം എന്റെ പ്രോപ്പർട്ടിക്ക് അതല്ല വില, ബാങ്ക് കുറഞ്ഞ വിലയ്ക്കാണ് ലഭിച്ചത്. അത് നമ്മൾ പറയാത്തടത്തോളം കാലം ഈ പറഞ്ഞത് അവര് പറയുന്ന ഓപ്ഷന്റെ കേസ് ഇവര് അയച്ചതായിട്ടോ ഇവര് കൈപ്പറ്റയായിട്ടോ നമ്മൾ മനസ്സിലാക്കുന്ന ബാങ്കും നിങ്ങളെ ഈ ഓപ്ഷൻ സെറ്റ് ഒത്തുകളിയാണ്. ഒരിക്കലും സാറിന്റെ
ബാങ്കും ഒരാളും കൂടി ഒത്തു കളിക്കുകയാണെങ്കിൽ ഇത് കോടതി ഇവിടുത്തെ കോടതിയിൽ ഈ വിശ്വാസങ്ങളാണ്. സ്ഥലത്ത് ഇപ്പൊ എത്ര സെന്റ് സ്ഥലം ഉണ്ട്? 10 സെന്റ് സ്ഥലം. 10 സെന്റ് സ്ഥലം മിനിമം 40 രൂപ. 40 50 4 ലക്ഷം രൂപ വീടിനോ? 3000 സ്ക്വയർ ഫീറ്റിലെ വീടാണ്. നിങ്ങൾക്ക് പിന്നെ ബാങ്ക് തരാനുള്ള ലോണിന്റെ സംഖ്യ ഈ വീടിന് മാത്രം ഉണ്ടാവും. സ്ഥലത്തിന്റെ പൈസ 40 ലക്ഷം പതിമൂന്നാണ് ബാങ്കിലെ ലോൺ. 65 ലക്ഷം ഉറുപ്പുള്ള ഈ സ്ഥലത്തിന്റെയും വീടുമാണ് നിങ്ങൾ പറയുന്നത് 13 ലക്ഷം ഉറുപ്പിന് ഓപ്ഷൻ കൊടുത്തെന്ന് പറഞ്ഞു. 20 ലക്ഷം ഉറുപ്പ്യ. അപ്പൊ ഈ 40 ലക്ഷം ഉറുപ്പ്യ ഇവര് നഷ്ടത്തേക്കാണ് നിങ്ങൾ പറയുന്നത്. അതാണ് സാർ. ബാങ്കിന്റെ അവിടുത്തെ രജിസ്റ്റേഡ് ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ ടെക്നോളജി ഉണ്ടോ? കൈപ്പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിങ്ങൾ അയച്ചിട്ടില്ല. അങ്ങനെയാണ് മാമിന് ഈസിയാണ്. ഫോർജല്ല ബാങ്ക് ഞങ്ങൾ ഫോർജറി ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ മകൻ ഇപ്പൊ ഇയാളാണോ സൈൻ ചെയ്ത് പറഞ്ഞത്? ആ എന്നാ മറ്റേ ആള് വന്നിട്ട് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ആ ഫോർജറി ചെയ്താൽ പിടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ അതാണ് മാഡം. നിങ്ങൾ വെറുതെ ഇങ്ങനെ സംസാരിക്കില്ല, കോടതിയിൽ പോയിട്ട് ഇതിനെതിരെ ഇട്ട് വാങ്ങും. പിന്നെ ഞങ്ങൾ എന്താ പറയാ സാർ, ഞങ്ങൾ കോടതിയിൽ പോയിട്ട് ഈ പ്രൊസീജിയർ ഫുള്ള് കമ്പയർ ചെയ്തു. അപ്പൊ ഇതിനെതിരെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയി ഓർഡർ വാങ്ങുന്നില്ല. ഞാൻ പറഞ്ഞത് അതല്ല. ഈ പറയുന്ന 65 ലക്ഷം ഉറുപ്പ്യന്റെ പ്രോപ്പർട്ടി നിങ്ങളിപ്പം 13 ലക്ഷം 19 ലക്ഷം ഉറുപ്പ്യ 20 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈ പൈസ നഷ്ടം ഇവരെല്ലാം സഹിക്കേണ്ടത്. അങ്ങനെ സാറ് പറഞ്ഞ രീതിയിലാണെങ്കിൽ ആണ്. കാരണം ഇതിനു വേണ്ടി അതാണ് സത്യം. ഇതിനുള്ള നോട്ടീസ് കറക്റ്റ് ടൈമിന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. ഈ സാധനത്തിൽ സാറ് മുതല് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ സാറിന് നോട്ടീസ് തരികയാണ്, ബാങ്ക് നോട്ടീസ് തരികയാണ്. അയ്യോ എന്റെ സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇതിന് 65 ലക്ഷം ഉണ്ടല്ലോ, ഇത് ഇത്ര വില ഉള്ള സാധനമാണല്ലോ. മിനിമം ഒരു ബാങ്കിലെങ്കിലും പോയി പറയണം എന്റെ സ്ഥലത്തിന് ഇത്രയല്ല വില. അപ്പൊ ബാങ്ക് പറയാ അത് പറ്റില്ല, ഞങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ട് തന്നാണ് എന്നെങ്കിൽ അടുത്ത നടപടി കോടതി പോവാന്നുള്ളതാണ്. കോടതി ഈ സ്വത്തിന് വില കിട്ടുന്ന കോടതിയല്ല. ഈ പ്രോപ്പർട്ടിക്ക് വില പ്രോപ്പർട്ടിക്ക് വില നിശ്ചയിക്കുന്നത് കോടതിയല്ല. പ്രോപ്പർട്ടി വില നിശ്ചയിക്കുന്നത് നിങ്ങളാണ് നിശ്ചയിക്കുന്നത്. കോടതി ഏകപക്ഷമായിട്ട് ഒരു പ്രോപ്പർട്ടിക്കും വില നിശ്ചയിക്കുന്നില്ല. നിങ്ങളാണ് പറയുന്നത് എന്ത് ഈ ലക്ഷം ഉറുപ്പ്യ ഇത്ര ഞങ്ങൾ കിട്ടാറുണ്ട്, ഈ മുതൽ ഇത്ര ലക്ഷം ഉറുപ്പ്യ വില വരും എന്ന് നിങ്ങളാണ് കോടതി സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഓപ്ഷൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. തെറ്റല്ല, നിങ്ങളാണ് പ്രോപ്പർട്ടിക്ക് വില നിശ്ചയിക്കുന്നത്. ഞങ്ങളല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയർ വന്നിട്ട് ലൊക്കേഷനിൽ വന്ന് നോക്കിയിട്ട് അയാളാണ് ഇതാണ് പ്രോപ്പർട്ടിക്ക് വില എന്ന് പറയുന്നത്. ഞങ്ങൾ ആൾക്കാരല്ല, ഓതറൈസ്ഡ്. അറിയാത്ത ആൾക്കാരെന്നല്ല, ഓരോ ബാങ്കിലും ഓരോ ഓതറൈസ്ഡ് എഞ്ചിനീയർമാരുണ്ട്. നിങ്ങൾ അല്ല ഏത് ബാങ്കിലും ഓതറൈസ്ഡ് എഞ്ചിനീയർമാരുണ്ടാവും. അത് നിങ്ങൾ അവരായിട്ട് ഒത്തുകൂടിയാണ്. ഞങ്ങൾ അതാണ് പറയുന്നത്. ഇതിനെതിരെ നിങ്ങൾ മൂവ് ചെയ്യേണ്ട സമയത്ത് അവസരം കിട്ടണം. അവസരത്തിനാണ് സാർ ഈ നോട്ടീസ് സമയത്തിന് അയക്കുന്നത്. ഈ നോട്ടീസ് സമയത്തിന് അയച്ചു കൊടുത്താൽ അതിലുണ്ടാവും നിങ്ങളത് 20 ലക്ഷത്തിനാണ് ഞങ്ങൾ ബാങ്ക് വിൽക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടേ, എന്റെ പ്രോപ്പർട്ടിക്ക് ഇതല്ല വാല്യൂ, ഇതിൽ കൂടുതൽ വാല്യൂ ഉണ്ട്. അപ്പൊ ബാങ്കിന് ഒന്നെങ്കിൽ ബാങ്കിനെ സമീപിക്കുക, ബാങ്കിന്റെ അടുത്ത് ന്യായം കിട്ടുന്നില്ലെങ്കിൽ നേരെ കോടതി പോവുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യണ്ടേ? അങ്ങനെയല്ലേ സാർ ചെയ്യണ്ടേ? ഞങ്ങളെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതില് ഞങ്ങളെ നിർദ്ദേശമല്ല, ഞങ്ങളെ ബാങ്കിന്റെ കാര്യം ഇതാണ്. ബാങ്ക് ഇപ്പം പൊസിഷൻ എടുത്തിട്ട് ബയർക്ക് പ്രോപ്പർട്ടി കൈമാറുക എന്നുള്ളതാണ്. പൊസിഷൻ എടുക്കാനല്ല, പൊസിഷൻ എടുത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജനുവരി 17
അവരുടെ പൊസിഷൻ എടുത്ത് കഴിഞ്ഞു, പക്ഷെ പ്രോപ്പർട്ടി കൈമാറിയിട്ടില്ല. അതിനെന്താ കാര്യം? അത് ബാങ്ക് തീരുമാനിക്കണം എപ്പോഴാണ് പൊസിഷൻ കൈമാറുന്നത്. ആളിവിടെ ഉള്ള ആളല്ല, നാട്ടിലുള്ള ആളല്ല, കേരളത്തിൽ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു ഗ്യാങ് കളിയാ, ബിനാമി. അതന്നെ ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നാട്ടിൽ ഇങ്ങനത്തെ കേസുകൾ കണ്ടു കഴിഞ്ഞാൽ സുതാര്യമായിട്ട് ലേലം എടുത്തിട്ട് കൈക്കലാക്കുന്ന ഗ്യാങ്ങുകളുണ്ട്. ബാങ്കിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഒപ്പിച്ച് സീല് വെച്ച് ഞങ്ങൾ പോയതാണ്. അന്ന് വൈകുന്നേരം ഈ കടവിമോചന മുന്നണി വന്നിട്ട് അവർ രണ്ട് മുന്നോട്ട് വെച്ചിട്ട് ഉള്ളിൽ കയറുന്നതാണ്. അത് ശരിക്കും ക്രിമിനൽ ട്രസ്പാസ് ആണ് ചെയ്തത്. ഞങ്ങൾ അതിനെതിരെയാണ് വന്നത്. അതിനെതിരെയാണ് എനിക്ക് കോടതിയിൽ നിന്ന് പൊസിഷൻ ഓർഡർ ആക്കിയിട്ടുള്ളത്. എനിക്ക് 25th ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റിപ്പോർട്ട് വെക്കണം. അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് എനിക്ക് പൊസിഷൻ എടുത്തേ പറ്റും. അല്ലെങ്കിൽ ട്രസ്പാസ് നടപടി എടുത്തോ? പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്, വടകര സ്റ്റേഷനിൽ കേസുണ്ട്. ഈ കടവിമോചനം അവരതിന് കേസായിട്ട് അവർ മുന്നോട്ട് പോയിട്ടില്ല. പോലീസുകാർ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് പരിഹരിക്കണം ഒരു മാർഗം. അതാണ് അത് മാർഗം പറയാം. എനിക്കൊരു മാർഗമില്ല, എനിക്കതിനൊരു മാർഗമില്ല. കാരണം ഞാൻ നവംബർ തൊട്ടിട്ട് ഇതുവരെ ഞാൻ ടൈം കൊടുത്തു കഴിഞ്ഞു. ഞാൻ എല്ലാ തവണയും വരുമ്പോഴും ഇവരോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഹൈക്കോടതിയിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് പെൻഡിങ് ഉള്ള സമയത്ത് എനിക്ക് എൻ്റെ പ്രൊസീഡിങ്സ് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഇവരുടെ ആ ഓർഡർ വന്നോട്ടെ, ഞാനായിട്ടൊന്നും ചെയ്യേണ്ട എന്നുള്ളതിലാണ് ആദ്യം ഞാൻ അവർക്ക് അത്രയും ടൈം കൊടുത്തു. ഞാൻ നോട്ടീസിൽ പറഞ്ഞ ടൈമിനെക്കാട്ടും ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നത്. അവരൊന്നും ചെയ്തിട്ടില്ല. പകരം അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് അവർ പിൻവലിച്ചു. പിന്നെ ഞങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? പക്ഷേ എടുത്ത് കൊടുത്തതാണ്. ക്രിമിനൽ ട്രസ്പാസ് ആണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ എനിക്ക് പൊസിഷൻ എടുത്ത് ഇവർ മാറ്റിയിട്ട് ഇവർ മാറി താമസിക്കണം, എന്നിട്ട് ഞാൻ റിപ്പോർട്ട് അത് വേറെ കൊടുക്കണം. ക്രിമിനൽ ട്രസ്പാസ് ഇല്ല, അവിടുന്ന് ആൾ പോയി എന്നാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇവർക്കും കൂടെ കേസ് വരുന്ന രീതിക്കാണ് പോകുന്നത്. കാരണം ബാങ്കിന് പറയാം അവരുടെ പ്രോപ്പർട്ടി, അവർക്ക് പൊസിഷൻ കിട്ടിയ പ്രോപ്പർട്ടി. സുജിത് കുമാറാണ് വടകര പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്തത്. 3 വർഷം മുൻപ് സുജിത് മരണപ്പെട്ടു. ഇതോടെയാണ് തിരിച്ചടവ് പ്രയാസത്തിലായത്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമാണ് വീട്ടിൽ താമസം. ജപ്തി നടപടികൾ പൂർത്തിയാക്കിയാണ് ബാങ്ക് വീട്ടുകാരെ ഒഴിപ്പിക്കാൻ വടകര പോലീസിന്റെ സഹായത്തോടെ എത്തിയത്. പെട്ടെന്ന് ഒഴിഞ്ഞുപോവാൻ കഴിയില്ലെന്ന് വീട്ടുകാർ പ്രയാസം പറഞ്ഞതോടെ നാട്ടുകാരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ബാങ്ക് അധികൃതരും ജനപ്രതിനിധികളും വീട്ടുകാരുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി സാവകാശം അനുവദിച്ചു നൽകുകയായിരുന്നു. ഇതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട സുജിത്തിന്റെ ഭാര്യയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ കെട്ടി ബസാറിലുള്ള പാണക്കുളത്തിൽ ശങ്കരേട്ടൻ്റെ മകൻ സുജിത്ത് മരണപ്പെട്ടുപോയ സുജിത്തിൻ്റെ ഭാര്യ പ്രവീണയും 2 മക്കളും താമസിക്കുന്ന വീട് നേരത്തെ ബാങ്കിലുള്ള കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്യുകയും ആ കേസ് പ്രകാരം അവരെ വീട്ടിൽ നിന്ന് കുടിയിറക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ആ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാനും CPI നേതാവ് സത്യേട്ടനും കൂടി ഇവിടെ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ജനക്കൂട്ടം വളരെ മാനസിക പ്രയാസം അനുഭവിക്കുന്നതുകൊണ്ട് തന്നെ അവരെ ഇറക്കി വിടാൻ കഴിയില്ല എന്ന നിലപാടെടുത്തു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടൊരു മാസം അവധി വാങ്ങി ആ കടബാധ്യത പരിഹരിച്ച് നല്ല രൂപത്തിൽ ഈ കുടുംബത്തെ ഇവിടെ നിലനിർത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു മാസത്തെ ഒരു അവധി വാങ്ങിക്കൊണ്ട് ഇപ്പോൾ തൽക്കാലം ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. ആ വിഷയം എങ്ങനെയും പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് ആണ് ഇപ്പോൾ ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്.